നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ടീമിനെ, അതായത് ഇംഗ്ലണ്ട് ടീമിനെതിരെ കളിക്കാനുള്ള T20 ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചത്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുമുണ്ട്. യശസ്വി ജയ്സ്വാളിനും ജസ്പ്രീത് ബുംറയ്ക്കും ഇന്ത്യ വിശ്രമം നൽകിയത് മാറ്റി നിർത്തിയാൽ മറ്റ് പ്രധാന മാറ്റങ്ങളൊന്നും ടീമിൽ കാണാനില്ല. ജിതേഷ് ശർമ്മയെ ഇന്ത്യ ടീമിൽ നിന്ന് തഴങ്ങിയപ്പോൾ ധ്രുവ് ജുറേലിന് ബാക്കപ്പ് കീപ്പറായി സ്ഥാനം കിട്ടി. മുഹമ്മദ് ഷമി ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് സിറാജിന് പേസ് നിരയിൽ നിന്ന് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. സമീപകാലത്തെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന്റെ ക്ഷീണം മറന്ന ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കേണ്ടതായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം കൂടിയാണ്. ഇംഗ്ലണ്ട് ശക്തമായ താരനിരയുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ വിജയം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏറ്റവും മികച്ച പ്ലേയിങ് 11 തന്നെ സൃഷ്ടിച്ച മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് സാധിക്കേണ്ടതായി ഉണ്ട്. ഇന്ത്യക്ക് കളത്തിലിറക്കാൻ സാധിക്കുന്ന ബെസ്റ്റ് 11 ആരൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. ഓപ്പണിംഗിൽ സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയും തന്നെ ഇന്ത്യക്ക് കളിപ്പിക്കാം. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും ക്ലിക്കായ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇത്. സഞ്ജു സാംസൺ ഓപ്പണറായ ശേഷം 3 സെഞ്ചുറികളാണ് T20യിൽ നേടിയിട്ടുള്ളത്. ഈ മികവ് തുടരാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെ കരുതാം. സഞ്ജുവിന് മറ്റ് ഫോർമാറ്റുകളിലേക്കുള്ള വളർച്ചയ്ക്ക് T20യിൽ ഇതേ മികവ് നടത്തേണ്ടതായി ഉണ്ട്. അഭിഷേക് ശർമ്മ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട് എങ്കിലും സ്ഥിരതയോടെ കളിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഈ ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർക്ക് ഇംഗ്ലണ്ട് പരമ്പര വളരെ നിർണായകമാണ്. 3-ാം നമ്പറിൽ തിലക് വർമ്മയെ ഇന്ത്യ കളിപ്പിക്കേണ്ടതായി ഉണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 3-ാം നമ്പറിൽ കളിച്ചപ്പോൾ 2 തുടർ സെഞ്ചുറികളാണ് തിലക് നേടിയത്. ഈ മികവ് തുടരാൻ കഴിവുള്ളവനാണ് തിലക്. സൂര്യകുമാർ യാദവ് തന്റെ സ്ഥാനം തിലകിനായി വിട്ടുകൊടുത്തിരുന്നു. ഇത് വീണ്ടും ആവർത്തിക്കുന്നതാണ് നല്ലത്. തിലകിനെ സ്പിന്നർ എന്ന നിലയിലും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. 4-ാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവ് തന്നെ കളിക്കണം. സൂര്യക്ക് കീഴിലെ ഇന്ത്യയുടെ പ്രകടനം അതിഗംഭീരമാണ്. എന്നാൽ ബാറ്റർ എന്ന നിലയിൽ സൂര്യയുടെ സമീപകാല പ്രകടനങ്ങൾ വളരെ മോശമാണ്. വലിയ പ്രകടനങ്ങൾ നടത്താൻ ശേഷിയുള്ള സൂര്യ ഫോമിലേക്ക് എത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. 4-ാം നമ്പറിലേക്ക് ഇറങ്ങിയ ശേഷം സൂര്യ അല്പം ഫോം ഔട്ടിലാണ് എന്ന് തന്നെ പറയാം. 5-ാം നമ്പറിൽ നിതീഷ് കുമാർ റെഡ്ഡിക്കാണ് അവസരമുള്ളത്. ഓസ്ട്രേലിയയിൽ ടെസ്റ്റിൽ ഗംഭീര പ്രകടനം നടത്തിയ താരമാണ് നിതീഷ് കുമാർ. ബംഗ്ലാദേശിനെതിരായ T20യിൽ വെടിക്കെട്ട് 50യോടെ കസറിയ നിതീഷിന് ഇംഗ്ലണ്ടിനെതിരെയും ഇതേ വെടിക്കെട്ട് ആവർത്തിക്കാൻ സാധിക്കുമോ എന്ന കാര്യമാണ് കണ്ടറിയേണ്ടത്. 6-ാം നമ്പറിൽ ഇടം കയ്യൻ താരം റിങ്കു സിംഗ് കളിക്കണം. സൂപ്പർ ഫിനിഷറായ റിങ്കുവിന് തകർത്തടിച്ച് കളിക്കാൻ പ്രത്യേക കഴിവുമുണ്ട്. സമ്മർദ്ദ സാഹചര്യത്തിലടക്കം ഒറ്റയ്ക്ക് മത്സരഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള താരം കൂടിയാണ് റിങ്കു സിംഗ്. ഇന്ത്യക്ക് ഏത് ബാറ്റിംഗ് പൊസിഷനിലും കളിപ്പിക്കാൻ സാധിക്കുന്ന താരം കൂടിയാണ് റിങ്കു എന്ന് പറയാം. 7-ാം നമ്പറിൽ പേസ് ഓൾറൗണ്ടറായി ഹർദിക് പാണ്ഡ്യ ആയിരിക്കും ഉണ്ടാവുക. ഫിനിഷർ എന്ന നിലയിലെ പാണ്ഡ്യയുടെ മികവിൽ ഇന്ത്യക്ക് പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. 8-ാം നമ്പറിൽ അക്ഷർ പട്ടേലിനെ കളിപ്പിക്കാം. പരമ്പരയിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് സ്പിൻ ഓൾറൗണ്ടറായ അക്ഷർ. 9-ാം നമ്പറിൽ ഇന്ത്യ സീനിയർ പേസറായ മുഹമ്മദ് ഷമിയെ കളിപ്പിക്കണമെന്നാണ് പറയുന്നത്. മലിക്കിന്റെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ ഷമിയുടെ പ്രകടനത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഷമി ഫോം കണ്ടെത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 10-ാം നമ്പറിൽ അർഷ്ദീപ് സിംഗിനെയാണ് കളിപ്പിക്കേണ്ടത്. ഇടം കയ്യൻ പേസർ T20യിലെ ഇന്ത്യയുടെ വിശ്വസ്ത ബോളർ കൂടിയാണ്. അവസാനക്കാരനായി വരുൺ ചക്രവർത്തിയെ പരിഗണിക്കാം. വിക്കറ്റ് വീഴ്ത്താൻ പ്രത്യേക മിടുക്കുള്ള സ്പിന്നറാണ് വരുൺ. രവി ബിഷ്ണോയി പുറത്തിരിക്കുന്നതായിരിക്കും നല്ലതെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ഏത് വിധേനയും ജയിക്കാനുള്ള തന്ത്രങ്ങളായിരിക്കും മെനയുക, പ്രത്യേകിച്ച് ഇത്തരം ഒരു അഭിമാന പോരാട്ടത്തിൽ മത്സരിക്കുമ്പോൾ.